friends, welcome back to FTA Vlog. FTA Vlogന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കെമിസ്ട്രിയുടെ ക്വിക്ക് റിവിഷന്റെ ഭാഗമായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്ന ചാപ്റ്റർ കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഇയറിലെ അവസാനത്തെ ചാപ്റ്ററാണ്, ഒന്നാമത്തെ പാർട്ടിലെ അവസാനത്തെ ചാപ്റ്ററാണ് കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഞാൻ ബാക്കിയുള്ള എല്ലാ ചാപ്റ്ററുകളും ക്വിക്ക് റിവിഷൻ എന്ന രീതിയിൽ കംപ്ലീറ്റ് ആക്കി. ഈ കെമിക്കൽ ഇക്വിലിബ്രിയമാണ് ഇനി ബാക്കി ഉണ്ടായിരുന്നത്. അതാണ് ഞാൻ ഇപ്പോഴിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് രാവിലെ എല്ലാവരും ഫിസിക്സ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുകയായിരിക്കും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് കെമിസ്ട്രി പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ച് തുടങ്ങുക. നാളെയാണ് കെമിസ്ട്രി പരീക്ഷ എന്നറിയാം. എല്ലാ എപ്പിസോഡുകളും വളരെ ഫാസ്റ്റായിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പാർട്ട് 2 എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മൊത്തം എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്തിട്ടുണ്ട്. ഒരു സെപ്പറേറ്റ് എപ്പിസോഡ് ഇട്ടിട്ടുണ്ട്. അതെന്തായാലും കാണും, കാരണം അതിനകത്തുള്ള ചോദ്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളത് പഠിച്ചു എന്ന് ഉറപ്പുവരുത്തണം. ചോദ്യങ്ങളായിട്ട് മാത്രമാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഉത്തരങ്ങൾ ചില കാര്യങ്ങൾ മാത്രമേ വ്യക്തമാക്കിയിട്ടുള്ളൂ, ഒരു ഹിൻഡ് മാത്രമേ നൽകിയിട്ടുള്ളൂ. അതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തേക്ക് കടക്കാം. കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ എക്സ്പ്രഷൻ എങ്ങനെ എഴുതുക എന്നുള്ളതാണ്. ഒരു റിയാക്ഷൻ പറയാം. A plus B gives C plus D എന്ന് പറയുന്ന റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ എഴുതുമ്പോൾ പ്രൊഡക്റ്റ് സൈഡിലുള്ള സിയും ഡിയും ബ്രാക്കറ്റിനകത്ത് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് എഴുതിയിട്ട് അതിന്റെ കോയിഫിഷ്യന്റ് അതിന്റെ മുകളിൽ എഴുതണം. അത് തമ്മിൽ പരസ്പരം ഗുണിക്കുകയാണ് വേണ്ടത്. ചില ആൾക്കാർ പ്ലസ് ഒക്കെ ഇട്ടിട്ട് എഴുതുന്ന കാണാം, അത് പാടില്ല. അപ്പൊ എങ്ങനെ എഴുതുക? സി റൈസ് ടു കോൺസെൻട്രേഷൻ എന്ന ബ്രാക്കറ്റ് ആണ്. കോൺസെൻട്രേഷൻ ഓഫ് സി റൈസ് ടു സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി റൈസ് ടു ഡി ഡിവൈഡഡ് ബൈ വലിയൊരു വര വരക്കുക. താഴെ കോൺസെൻട്രേഷൻ ഓഫ് എ റൈസ് ടു എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റൈസ് ടു ബി എന്ന് പറയുന്നതാണ് എന്ത്? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെയുടെ എക്സ്പ്രഷൻ. അതാണ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കുന്നത്. ഡെറിവേഷനൊക്കെ സാധാരണ ചോദിക്കാറില്ല. ഡെറിവേഷൻ വേണമെന്നുണ്ടെങ്കിൽ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ എഴുതുക, റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ എഴുതുക. ഈ സമയത്ത് ബാലൻസ് ചെയ്തിട്ട് നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, അടുത്തായി പറയാൻ പോകുന്നത് കെ പി കെ സി. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ പറയുന്നത് ലിക്വിഡിന്റെ കേസിലാണെങ്കിൽ കോൺസെൻട്രേഷൻ ആണല്ലോ വരിക, അപ്പോൾ കെ സി എന്നാണ് നമ്മൾ പറയുക. എന്നാൽ ഗ്യാസ് ആണെങ്കിൽ അവിടെ പ്രഷറാണ് ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് നമ്മൾ ആ സമയത്ത് കെ പി എന്നാണ് ഉപയോഗിക്കുക. ഈ കെ സിയും ഈ കെ പിയും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിന്റെ ഡെറിവേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണ് റിലേഷൻ? കെ പി ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റൈസ് ടു ഡെൽറ്റ എൻ എന്നുള്ളതാണ് റിലേഷൻ. അതിൽ ആർ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്, ടി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ആണ്. അപ്പോൾ ഡെറിവേഷൻ സമയത്ത് പി വി ഈക്വൽ ടു എൻ ആർ ടി എന്ന് പറയുന്ന ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് ഡിറൈവ് ചെയ്യുക. അതിൽ പി വി ഈക്വൽ ടു എൻ ആർ ടിയിൽ ആ വിയെ താഴോട്ട് കൊണ്ടുപോകുക. അപ്പോൾ പി ഈക്വൽ ടു എൻ ബൈ വി ആർ ടി. എൻ ബൈ വി എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ആണ്. അപ്പോൾ പി ഈക്വൽ ടു സി ആർ ടി. അത് എയ്ക്കും ബിക്കും സിക്കും ഡിക്കും അപ്ലൈ ചെയ്യുക. പി എ ഈക്വൽ ടു സി എ ആർ ടി, പി ബി ഈക്വൽ ടു സി ബി ആർ ടി, പി സി ഈക്വൽ ടു സി സി ആർ ടി, പി ഡി ഈക്വൽ ടു സി ഡി ആർ ടി. അത് എന്നിട്ട് എന്ത് ചെയ്യുക? ഇക്വേഷനിൽ കൊടുക്കുക, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എക്സ്പ്രഷനിൽ കൊടുക്കുക. കെ പി ഈക്വൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് സി റൈസ് ടു സി ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് ഡി റൈസ് ടു ഡി ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് എ റൈസ് ടു എ ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് ബി റൈസ് ടു ബി എന്ന് പറയുന്ന എക്സ്പ്രഷനിലേക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒടുവിലായിട്ട് റിലേഷൻ കിട്ടും. കെ പി ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റൈസ് ടു ഡെൽറ്റ എൻ. ഓക്കെ, അടുത്തായി നമ്മൾ പറയാൻ പോകുന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ ആപ്ലിക്കേഷൻ ആണ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണുള്ളത്? ഒന്ന്, വി ക്യാൻ പ്രെഡിക്ട് ദി ഡയറക്ഷൻ ഓഫ് റിയാക്ഷൻ. ഇപ്പോൾ ഉദാഹരണത്തിന് കെ സി എന്ന് പറയുന്നത് ക്യു സിയുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെയാണ്, ഏത് ഭാഗത്തേക്കാണ് ഇക്വിലിബ്രിയം എത്താൻ വേണ്ടി പോകേണ്ടതെന്ന് പറയാൻ പറ്റും. എന്താണ് ക്യു സി എന്ന് നമ്മൾ അവിടെ അറിയണം. ക്യു സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സമയത്തും ഉള്ള കോൺസെൻട്രേഷൻ എടുത്തിട്ട് റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന സാധനമാണ് ക്യു സി എന്ന് പറയുന്നത്. എന്നാൽ കെ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം എത്തിക്കഴിഞ്ഞാൽ കിട്ടുന്ന റേഷ്യോ ആണ് നമ്മൾ ഇക്വിലിബ്രിയം കെ സി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരാളുടെ ഒരു പെർട്ടിക്കുലർ ടൈമിൽ നമ്മൾ അതിൻ്റെ ഒരു കോൺസെൻട്രേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ ആ വാല്യൂ കെ സിയുടെ വാല്യൂയേക്കാൾ കൂടുതലാണെങ്കിൽ, അതായത് ക്യു സി എന്ന് പറയുന്ന സാധനം കെ സിയേക്കാൾ കൂടുതലാണെങ്കിൽ ഇക്വിലിബ്രിയം കഴിഞ്ഞത് മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ നമുക്ക് ആ റിയാക്ഷൻ ബാക്ക്വേർഡ് അടിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇക്വിലിബ്രിയത്തിലേക്ക് എത്താൻ പറ്റൂ എന്ന് പറയാൻ പറ്റും. ഇനി നിങ്ങളൊരു പെർട്ടിക്കുലർ സമയത്ത് കോൺസെൻട്രേഷൻ എടുത്ത് റേഷ്യോ എടുത്ത് നോക്കിയപ്പോൾ ക്യു സി വാല്യൂ ആ സമയത്ത് കിട്ടിയത് കുറവാണ് കിട്ടിയെന്ന് വിചാരിക്കുക, കെ സിയേക്കാൾ കുറവാണ് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? റിയാക്ഷൻ ഇനീഷ്യൽ സ്റ്റേജിലാണുള്ളത്, കുറച്ചും കൂടി മുന്നോട്ട് പോകണം എന്നാണുള്ളത്. ഈ രീതിയിൽ റിയാക്ഷൻ ഫോർവേഡ് ഡയറക്ഷനിലേക്ക് പോകണോ ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്ക് പോകണോ, ഡയറക്ഷൻ തീരുമാനിക്കാൻ നമുക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും ക്യു സിയും കൂടി നമ്മളെ സഹായിക്കും. അടുത്തായി ഡയറക്ഷൻ ഓഫ് ദ റിയാക്ഷൻ
മനസ്സിലാക്കാൻ വേണ്ടി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് സഹായിക്കും. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ യുടെ വാല്യൂ 10⁻3 വളരെ കൂടുതലാണെങ്കിൽ അതിൻ്റെ അർത്ഥം റിയാക്ഷൻ ഓൾമോസ്റ്റ് എൻഡിലേക്ക് എത്തിയിട്ടുണ്ട്, റിയാക്ഷൻ പ്രൊസീഡ് ടു കംപ്ലീഷൻ എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെയുടെ വാല്യൂ 10⁻3 താഴെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇനീഷ്യൽ സ്റ്റേജിലാണ് റിയാക്ഷൻ നടന്നുകൊണ്ടേയിരിക്കുന്നേ ഉള്ളൂ, തുടങ്ങിയതേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെയുടെ വാല്യൂ 10�3ക്കും 10⁻3ക്കും ഇടയിലാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് അപ്രീഷ്യബിൾ എമൗണ്ട് ഓഫ് റിയാക്ടൻസും പ്രൊഡക്ട്സും അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ രണ്ട് കാര്യങ്ങൾ നമ്മളെ സഹായിക്കും. ഒന്ന്, നേരത്തെ പറഞ്ഞ ഡയറക്ഷൻ ഓഫ് റിയാക്ഷൻ, രണ്ട്, എക്സ്റ്റെൻഡ് ഓഫ് റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇനീഷ്യൽ പാർട്ട് എന്ന രീതിയിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നത്. അടുത്ത വരുന്നതാണ് ലേ ഷാറ്റ്ലർ പ്രിൻസിപ്പിൾ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചറും പ്രഷറും എപ്പോഴും ചോദിക്കുന്നതാണ്. ഒരു ലേ ഷാറ്റ്ലർ പ്രിൻസിപ്പിൾ ഡെഫിനിഷൻ നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. അത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോബ്ലം വരുമ്പോൾ പ്രോബ്ലം നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് കോമൺ ആയിട്ട് ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ് എന്താണ്, പ്രഷറിൻ്റെ എഫക്റ്റ് എന്താണെന്ന് ഒന്ന് എഴുതി വെക്കണം. ഉദാഹരണത്തിന് നമ്മൾ N2+3H2 gives 2NH3 ΔH = -92 kJ തന്നു വിചാരിക്കുക. എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചറും പ്രഷറും ഡിസ്കസ് ചെയ്യാൻ തന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ് പറഞ്ഞതിന് മുമ്പായിട്ട് നിങ്ങൾ അവിടെ എഴുതി വെക്കേണ്ടത് ഇഫ് വി ഇൻക്രീസ് ദ ടെമ്പറേച്ചർ സിസ്റ്റം ട്രൈ ടു ഡിക്രീസ് ദ ടെമ്പറേച്ചർ എൻഡോതെർമിക് റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ്. അത് കോമൺ ആയിട്ട് അവിടെ എഴുതി വെക്കുക അക്കോർഡിംഗ് ടു ലേ ഷാറ്റ്ലർ പ്രിൻസിപ്പിൾ. അത് കോമൺ ആയിട്ട് അവിടെ എഴുതി വെക്കണം. എന്നിട്ട് നമ്മൾ ഇക്വേഷൻ നോക്കുക. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇത് എക്സോതെർമിക് റിയാക്ഷൻ ആണ്. അപ്പോൾ നമ്മൾ ഡിക്രീസ് ദ ടെമ്പറേച്ചർ ആണ് ഇവിടെ കൊടുക്കേണ്ടതെന്ന് പറയുക. മനസ്സിലായില്ലേ? അത് കോമൺ ആയിട്ട് പറയേണ്ടത് ഇൻക്രീസ് ദ ടെമ്പറേച്ചർ സിസ്റ്റം ട്രൈ ടു ഡിക്രീസ് ദ ടെമ്പറേച്ചർ ബൈ ഡൂയിങ് എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് കോമൺ ആയിട്ട് പറയുക. പക്ഷേ ഇത് എക്സോതെർമിക് ആയതുകൊണ്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല, ഡിക്രീസ് ചെയ്യണം എന്ന് പറയുക. ആ രീതിയിലാണ് പറയേണ്ടത്. ഇത് തന്ന ചോദ്യം ഒരു എൻഡോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇൻക്രീസ് ദ ടെമ്പറേച്ചർ തന്നെ ചെയ്താൽ മതി. അത്ര അവിടെയുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞ സെൻറ്റൻസ് ആണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്, അതേ പഠിക്കാനുള്ളൂ. ഈ വി ഇൻക്രീസ് ദ ടെമ്പറേച്ചർ സിസ്റ്റം ട്രൈ ടു ഡിക്രീസ് ദ ടെമ്പറേച്ചർ വി ഹാവ് ടു ക്യാരി ഔട്ട് എൻഡോതെർമിക് റിയാക്ഷൻ. പിന്നെ ക്വസ്റ്റ്യൻ നോക്കുക, എക്സോതെർമിക് ആണോ എൻഡോതെർമിക് ആണോ, ഇത് നോക്കിയിട്ട് അനുസരിച്ച് പറയുക. രണ്ടാമത്തെ എഫക്റ്റ് ആണ് പ്രഷർ. പ്രഷർ പറയുമ്പോൾ ഇഫ് വി ഇൻക്രീസ് ദ പ്രഷർ സിസ്റ്റം ട്രൈ ടു ഡിക്രീസ് ദ പ്രഷർ ബൈ ക്യാരിയിങ് ഔട്ട് ദ റിയാക്ഷൻ ഇൻ ടു ദാറ്റ് ഡയറക്ഷൻ വേർ നമ്പർ ഓഫ് മോൾ ഈസ് ഡിക്രീസിങ്. പ്രഷർ കൂട്ടുകയാണെങ്കിൽ സിസ്റ്റം നമ്പർ ഓഫ് മോൾസ് കുറയുന്ന ഭാഗത്തേക്ക് റിയാക്ഷൻ നടത്തും എന്ന് ആദ്യം കോമൺ ആയിട്ട് എഴുതി വെക്കുക. എന്നിട്ട് ആ റിയാക്ഷൻ സ്റ്റഡി ചെയ്യുക. ഏത് ഭാഗത്തേക്കാണ് നമ്പർ ഓഫ് മോൾസ് കുറയുന്നത് ആ ഭാഗത്തേക്ക് പ്രഷർ കൂട്ടിയാൽ റിയാക്ഷൻ നടക്കുകയുള്ളൂ. ഇനി പ്രഷർ കുറച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് എന്ത് ചെയ്യും, കൂടിയ ഭാഗത്തേക്ക് റിവേഴ്സ് റിയാക്ഷൻ നടക്കും. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പം പ്രഷറിൻ്റെ എഫക്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി കോൺസെൻട്രേഷൻ, അതുപോലെ കോൺസെൻട്രേഷൻ പ്രൊഡക്റ്റ് കോൺസെൻട്രേഷൻ എഫക്റ്റ് ചോദിക്കുകയാണെങ്കിൽ പ്രൊഡക്റ്റ് സൈഡിൽ നിന്നും പ്രൊഡക്റ്റിനെ നീക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷൻ നടക്കും. റിയാക്ടൻസിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ എന്ന് എഴുതുക. അഡീഷൻ ഓഫ് ഇനേർട്ട് ഗ്യാസ്, അതുപോലെ മറ്റു കാര്യങ്ങൾ വേണമെങ്കിൽ ചോദിക്കുക. അതങ്ങനെ സാധാരണ അങ്ങനെ ചോദിക്കാറില്ല. അപ്പോൾ ഈ പ്രധാനപ്പെട്ട എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചറും എഫക്റ്റ് ഓഫ് പ്രഷറുമാണ് ഇവിടെ കോമൺ ആയിട്ട് ചോദിക്കാറ്. അത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ പഠിച്ചിട്ട് എഴുതുക. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അയോണിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന പാർട്ട്, ആ ഭാഗമാണ്. അയോണിക് ഇക്വിലിബ്രിയത്തിൽ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ആസിഡും ബേസും തമ്മിലുള്ള ഡിസ്റ്റിങ്വിഷ് ചെയ്യാനാണ് ഉപയോഗിക്കുന്ന ഡിഫറെൻ്റ് കൺസെപ്റ്റാണ്. അറീനിയസ് കൺസെപ്റ്റ്, ലൂയിസ് കൺസെപ്റ്റ് ആൻഡ് ലൗറി ബ്രോൺസ്റ്റഡ് കൺസെപ്റ്റ്. ആദ്യം നമുക്ക് അറീനിയസ് കൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. ഒരു ആസിഡ് വെള്ളത്തിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ H+ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതാണ് ആസിഡ്. എന്നാൽ ഒരു ബേസ് വെള്ളത്തിനകത്തിട്ട് കഴിഞ്ഞാൽ OH- അയോൺ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അതിനെ ബേസ് എന്ന് വിളിക്കും. അപ്പോൾ ആസിഡ്സ് ആർ ദോസ് സബ്സ്റ്റൻസ് വിച്ച് പ്രൊഡ്യൂസ് H+ അയോൺസ് ഇൻ സൊല്യൂഷൻ. ബേസ് ആർ ദോസ് സബ്സ്റ്റൻസ് വിച്ച് പ്രൊഡ്യൂസ് OH- അയോൺസ് ഇൻ സൊല്യൂഷൻ. ഓക്കെ, ഇനി അടുത്ത പറയാൻ പോകുന്നതാണ് ലൗറി ബ്രോൺസ്റ്റഡ് കൺസെപ്റ്റ്. അതിൽ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ആസിഡ്സ് ആർ പ്രോട്ടോൺ ഡോണർ, ബേസസ് ആർ പ്രോട്ടോൺ ആക്സെപ്റ്റർ. പ്രോട്ടോൺ മീൻസ് H+ കൊടുക്കുന്നവരെ ആസിഡ് എന്നും അതുപോലെ H+നെ സ്വീകരിക്കുന്നവരെ ബേസ് എന്നും വിളിക്കും. ഇപ്പോൾ HCl ആംഫോട്രിക് ക്യാരക്ടർ പ്രകാരം ആസിഡ് ആയിട്ടും പ്രവർത്തിക്കാം, ബേസ് ആയിട്ടും പ്രവർത്തിക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ HCl എന്ന് പറയുന്ന സാധനം ആസിഡ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ, ഉദാഹരണത്തിന് H2O ആംഫോട്രിക് നാച്ചുറൽ പ്രകാരം ആസിഡ് ആയിട്ടും പ്രവർത്തിക്കും, ബേസും ആയിട്ട് പ്രവർത്തിക്കുന്നത് എല്ലാവർക്കും അറിയാം. അപ്പോൾ H2 എന്ന് പറയുന്ന സാധനം ആസിഡ് ആയിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അതെന്ത് കൊടുക്കും, H+നെ കൊടുക്കും. അപ്പോൾ എന്തായിട്ട് മാറും, OH- ആയിട്ട് മാറും. അപ്പോൾ H2Oയും OH- നമ്മൾ എഴുതി വെക്കുമ്പോൾ അത് ആദ്യം പറഞ്ഞ സാധനം എന്താണ്, ആസിഡാണ്. രണ്ടാമത് പറഞ്ഞ സാധനം എന്താണ്, ബേസാണ്. അതിനെ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്ന് പറയും. ഇനി H2O H+നെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് വിചാരിക്കുന്നത്. അപ്പോൾ H2O H+ സ്വീകരിച്ചാൽ H3O+ ആവും. അപ്പോൾ നിങ്ങൾ H2O, H3O+ എന്ന് എഴുതുകയാണെങ്കിൽ അതിൻ്റെ ബേസ് കോൺജുഗേറ്റ് ബേസ് ആസിഡ് പെയർ എന്ന് വിളിക്കും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
ആദ്യം എഴുതുന്നത് ആസിഡും രണ്ടാമത് എഴുതുന്ന ബേസും ആണെങ്കിൽ, അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബേസും ആണെങ്കിൽ അതിനെ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്ന് പറയും. ആദ്യം എഴുതുന്നത് ബേസും രണ്ടാമത് അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആസിഡും ആണെങ്കിൽ അതിനെ കോൺജുഗേറ്റ് ബേസ് ആസിഡ് പെയർ എന്ന് വിളിക്കും. അപ്പം ഒരു സാധനം തന്നു കഴിഞ്ഞാൽ അതിൻ്റെ കോൺജുഗേറ്റ് ആസിഡോ കോൺജുഗേറ്റ് ബേസോ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ സബ്സ്റ്റൻസിനോട് H+ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സാധനം എന്തായിരിക്കും? കോൺജുഗേറ്റ് ആസിഡ് ആയിരിക്കും. ആ സബ്സ്റ്റൻസിൽ നിന്നും H+ പോവുകയാണെങ്കിൽ കിട്ടുന്ന സാധനം എന്തായിരിക്കും? കോൺജുഗേറ്റ് ബേസ് ആയിരിക്കും. ചിലപ്പോൾ ക്വസ്റ്റ്യനകത്ത് ചോദ്യം തന്നിട്ട് കോൺജുഗേറ്റ് ആസിഡോ കോൺജുഗേറ്റ് ബേസോ സെലക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അവസാനം വരുന്നതാണ് ലൂയിസ് ആസിഡ്. ഇലക്ട്രോൺ പെയർ ആക്സെപ്റ്ററിനെയാണ് ലൂയിസ് ആസിഡ് എന്ന് വിളിക്കുന്നത്. ഇലക്ട്രോൺ പെയർ ഡോണറിനെയാണ്. ഇനി അവസാനം വരുന്നത് ലൂയിസ് കൺസെപ്റ്റ് ആണ്. ഇലക്ട്രോൺ പെയർ ആക്സെപ്റ്ററിനെയാണ് ആസിഡ് എന്ന് വിളിക്കുന്നത്. ഇലക്ട്രോൺ പെയർ ഡോണറിനെയാണ് ബേസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ 3 കൺസെപ്റ്റ് ആണുള്ളത്. അറീനിയസ് കൺസെപ്റ്റ് H+ OH- വെള്ളത്തിനകത്ത് ഉണ്ടാകുന്നതനുസരിച്ച് പറയും. പിന്നെ ലൗറി ബ്രോൺസ്റ്റർ കൺസെപ്റ്റ് H+ ഡോണർ H+ ആക്സെപ്റ്റർ എന്ന രീതിയിലാണ് പറയുന്നത്. അവസാനം പറഞ്ഞ ലൂയിസ് കൺസെപ്റ്റ് ഇലക്ട്രോൺ പെയർ ആക്സെപ്റ്റർ ഇലക്ട്രോൺ പെയർ ഡോണർ എന്ന രീതിയിലാണ് ആസിഡിനെ ബേസിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ, ഈ 3 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ലൗറി ബ്രോൺസ്റ്റർ കൺസെപ്റ്റ് മറക്കരുത്. പ്രോട്ടോൺ ഡോണർ, പ്രോട്ടോൺ ആക്സെപ്റ്റർ, കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തായിട്ട് വരുന്നതാണ് അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ. മറക്കരുത്, അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ ഉടനെ എഴുതേണ്ടത് H2O + H2O gives H3O + OH-. അതായത് ഒരു H2O H+ മറ്റേയാൾക്ക് കൊടുക്കുന്നു. അപ്പോൾ മറ്റേ ആൾ H3O+ ആവും, ആദ്യത്തെ ആൾ ബാക്കി OH- അവിടെ ഉണ്ടാവും. ഇത്രയേ ഉള്ളൂ. H2O + H2O gives H3O + OH-. അതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K എന്താണ്? K = പ്രൊഡക്റ്റ് സൈഡിലെ രണ്ടിൻ്റെയും കോൺസെൻട്രേഷൻ ഗുണിക്കുക H3O+ ഇൻറ്റു പറയൂ OH- divided by H2O into H2O. Concentration of H3O+ into concentration of OH- divided by concentration of H2O into concentration H2O. ഈ ഡിനോമിനേറ്റർ ഉള്ള 2 H2O കോൺസെൻട്രേഷൻ H2O² എന്ന് എഴുതാം. അതിനെ K ഗുണിച്ച് കഴിഞ്ഞാൽ K ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H2O². അതിനെയാണ് KW എന്ന് വിളിക്കുന്നത്. അപ്പോൾ KW = മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H3O+ ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് OH-. ഓക്കെ, ഈ H3O+ന്റെ കോൺസെൻട്രേഷൻ 10⁻⁻7 ആയിരിക്കും. അതുപോലെ OH- കോൺസെൻട്രേഷൻ 10⁻⁻7 ആയിരിക്കും. അപ്പോൾ രണ്ടും തമ്മിൽ ഗുണിച്ച് കഴിഞ്ഞാൽ 10⁻⁻14. അപ്പോൾ അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ KW എപ്പോഴും 10⁻⁻14 ആയിരിക്കും. ക്ലിയർ? ഇനി ആസിഡ് സൊല്യൂഷൻ ആണെങ്കിൽ ഈ H3O+ന്റെ കോൺസെൻട്രേഷൻ > 10⁻⁻7 ആയിരിക്കും. > 10⁻⁻7 ആയിരിക്കും എന്ന് പറഞ്ഞാൽ 10⁻⁻6, 10⁻⁻4, 5 ഒക്കെ > ആണ്. മറക്കരുത്. അതുപോലെ ബേസ് ആണെങ്കിൽ OH- കോൺസെൻട്രേഷൻ എന്തായിരിക്കും? > 10⁻⁻7 ആയിരിക്കും. അതായത് 10⁻⁻8, 10⁻⁻4, 10⁻⁻8, 10⁻⁻9 എന്നിവയൊക്കെ ആയിരിക്കും അത്. ഓക്കെ, ക്ലിയർ? ഇനി ബേസ് ആണെങ്കിലോ കോൺസെൻട്രേഷൻ ഓഫ് H3O+ എന്തായിരിക്കും? < 10⁻⁻7 ആയിരിക്കും. കോൺസെൻട്രേഷൻ ഓഫ് OH- എന്തായിരിക്കും? > 10⁻⁻7 ആയിരിക്കും. അതേസമയം കോൺസെൻട്രേഷൻ H3O+ എന്തായി മാറും? < 10⁻⁻7 ആയിരിക്കും. < 10⁻⁻7 എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? 10⁻⁸, 10⁻�9 ഇതൊക്കെയാണ് < 10⁻�7. അപ്പോൾ അത് രണ്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാവണം കേട്ടോ. > 10⁻⁻7 എന്ന് പറയുമ്പോൾ എന്താണ് വാല്യൂസ് വരാൻ സാധ്യതയുള്ളത്? < 10⁻⁻7 എന്ന് പറയുമ്പോൾ എന്താണ് വാല്യൂസ് വരാൻ സാധ്യത? ഇത്രയും ഓർക്കാനുണ്ട്. ആസിഡ് ആവുമ്പോൾ H3O+ന്റെ കോൺസെൻട്രേഷൻ > 10⁻⁻7 ആവും. ബേസ് ആവുമ്പോൾ H3O+ന്റെ കോൺസെൻട്രേഷൻ < 10⁻⁻7 ആവും. ഓക്കെ, അപ്പോൾ ഇതാണ് അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ. അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ KW = മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H3O+ ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് OH-. ഓക്കെ, ക്ലിയർ? ആൻഡ് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ ഈസ് ഈക്വൽ ടു 10⁻⁻14. മറക്കരുതേ. ശരി, അടുത്തായി വരുന്നതാണ് pH. എന്താണ് pH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? pH എന്ന് പറഞ്ഞാൽ -log H3O+ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ log 1/H3O+ കോൺസെൻട്രേഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ ഒരു 10 ന്യൂട്രൽ സൊല്യൂഷൻ ആണെങ്കിൽ, ആസിഡ് ആണെങ്കിൽ, ബേസ് ആണെങ്കിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ ഓഫ് H3O+ഉം കോൺസെൻട്രേഷൻ OH- ഒക്കെ നമുക്ക് പറയാൻ പറ്റും. ഒരു അസിഡിക് സൊല്യൂഷൻ ആണെങ്കിൽ H3O+ന്റെ കോൺസെൻട്രേഷൻ എന്തായിരിക്കും? 10⁻⁷ വലുതായിരിക്കും. അപ്പോൾ 10⁻⁷ വലുതെന്ന് പറഞ്ഞാൽ 10⁻�6. അതിൻ്റെ pH കൊണ്ടിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ pH = -log 10⁻�6 എന്ന് പറയുമ്പോൾ നമുക്ക് 6 എന്ന് കിട്ടും. മറ്റൊരു എക്സാമ്പിൾ ആസിഡ് തന്നെയാണെങ്കിൽ 10⁻⁵ ആണെന്ന് വിചാരിക്കുക. -log 10⁻⁵ എന്ന് വരും. അപ്പോൾ 5 എന്ന് കിട്ടും. അപ്പോൾ 7 താഴെയുള്ള 6, 5, 4, 3, 2, 1 ഒക്കെ വരുന്ന എന്താണ്? അസിഡിക് ആയ സൊല്യൂഷൻ്റെ pH ആണ്.
ഇനി ബേസിക് ആയ സൊല്യൂഷൻ്റെ pH കണ്ടുപിടിക്കുമ്പോൾ ബേസിക്കലി H3O+ന്റെ കോൺസെൻട്രേഷൻ ലെസ് ദാൻ 10⁻⁻⁷ ആണ്. 10⁻⁸, 10⁻�9 ആണെന്നൊക്കെ വരിക. അപ്പോൾ നമ്മൾ pH -log 10⁻⁸, അപ്പോൾ 8 എന്ന് കിട്ടും. pH -log 10⁻⁹ 9 എന്ന് കിട്ടും. അപ്പോൾ 8, 9, 10, 11 എന്ന് വിളിക്കുന്നത് എന്താണ്? ബേസിൻ്റെ pH ആണ്. അപ്പോൾ pH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആസിഡിൻ്റെ pH എന്താണ്, ബേസിൻ്റെ pH എന്താണ് എന്നാണ് നിങ്ങളോട് അറിയേണ്ടത്. ഇതുപോലെ പ്രോബ്ലം ഇത് ബേസ് ചെയ്തിട്ട് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, ക്ലിയർ. അടുത്തായി പറയാൻ പോകുന്നത് അയോണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് വീക്ക് ആസിഡ് ആണ്. എന്താണ് അയോണൈസേഷൻ കോൺസ്റ്റന്റ്? വീക്ക് ആസിഡ് HA എന്ന് ഇതാക്കാൻ അസറ്റിക് ആസിഡ് CH3COOH ആണല്ലോ. ആ H ആണ് ആസിഡിന്റെ ഒരു പ്രത്യേകത. H കൊടുക്കാൻ പറ്റണമല്ലോ, അപ്പോൾ H അവിടെ വേണം. A എന്ന് പറയുന്ന ആസിഡ് എന്ന രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് A എന്ന് പറയുന്നത്. അപ്പോൾ HA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീക്ക് ആസിഡാണ്. അത് വെള്ളത്തിനകത്തേക്ക് കിട്ടും. അത് H+ വിട്ടുകൊടുത്തു. അപ്പോൾ വെള്ളം H+ സ്വീകരിച്ച് H3O+ ആയി മാറി. ബാക്കി അവിടെ എന്താ ഉണ്ടാവും? A- ഉണ്ടാവും. അപ്പോൾ എന്താ ഇക്വേഷൻ? HA + H2O gives H3O+ + A-. ഇനി അതിൻ്റെ K എഴുതുക. K = മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എന്താ കിട്ടുക പ്രൊഡക്റ്റ് സൈഡിൽ? H3O+ × മോളാർ കോൺസെൻട്രേഷൻ ഓഫ് A- ഡിവൈഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് HA × മോളാർ കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ. ഈ വാട്ടർ എടുത്തിട്ട് ഇപ്പുറത്ത് K കൊണ്ട് ഗുണിക്കുക. അതിനെയാണ് KA എന്ന് വിളിക്കുക. അപ്പോൾ KA = മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H3O+ × മോളാർ കോൺസെൻട്രേഷൻ ഓഫ് A- ഡിവൈഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് HA. ഇതാണ് അയോണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് വീക്ക് ആസിഡ്. ഓക്കെ, അപ്പോൾ അയോണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് വീക്ക് ആസിഡ് പിന്നെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫയുമായി ബന്ധിപ്പിക്കുന്ന ഒരു റിലേഷൻ കൂടി ഡെറൈവ് ചെയ്യാനുണ്ട്. KA = C⁴, വേർ ആൽഫ = ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. അപ്പോൾ ആൽഫ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ KA/C √KA/C ആയിരിക്കും ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ വീക്ക് ആസിഡിന്റെ കേസിൽ. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് അയോണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് വീക്ക് ബേസ്. ഒരു വീക്ക് ബേസ് B ആണെന്ന് വിചാരിക്കുക. അത് വെള്ളത്തിനകത്തേക്ക് കിട്ടും. അപ്പോൾ H+ സ്വീകരിച്ചു. അപ്പോൾ എന്തായി മാറി? BH+ OH- ആയി മാറി. അതിൻ്റെ K എന്താണ്? മോളാർ കോൺസെൻട്രേഷൻ ഓഫ് BH+ × മോളാർ കോൺസെൻട്രേഷൻ ഓഫ് OH- ഡിവൈഡഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എന്താ അടിയിൽ വരിക? സ്റ്റാർട്ടിങ് എടുത്താൽ B × മോളാർ കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ. ആ വാട്ടർ എടുത്ത് ഇപ്പം ഗുണിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മോളാർ കോൺസെൻട്രേഷൻ ഓഫ് BH+ × മോളാർ കോൺസെൻട്രേഷൻ ഓഫ് OH- ഡിവൈഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് B. ഇതിനാണ് അയോണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് വീക്ക് ബേസ് എന്ന് വിളിക്കുന്നത്. ഇവിടെയും ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫയുമായിട്ട് ഇതിന് ബന്ധമുണ്ട്. B എന്താണ് റിലേഷൻ? KB = C⁴, α² = KB/C or alpha = √KB/C. അപ്പോൾ ഈ രണ്ട് KA-യും KB-യും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഒരു റിലേഷൻ കൂടിയുണ്ട്. KA-യും KB-യും തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ അത് KW ആയിരിക്കും, 10⁻⁻14 ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അയോണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് വീക്ക് ആസിഡിലും വീക്ക് ബേസിലും നിങ്ങൾ അറിയേണ്ടത്. ഒന്നുമില്ല, സമയം കിട്ടുവാണെങ്കിൽ ഞാൻ വൃത്തിയിൽ പറഞ്ഞു തരുമായിരുന്നു, പക്ഷെ എന്താ രക്ഷയില്ലാത്തതുകൊണ്ടാണ്. ഒന്നുമില്ല, നിങ്ങൾ HA ആണ് വീക്ക് ആസിഡ് പഠിച്ചാൽ മതി, പ്ലസ് വാട്ടർ ബാക്കി അങ്ങോട്ട് എഴുതുക. അതുപോലെ ബേസ് പറഞ്ഞാൽ B എന്ന് പഠിച്ചാൽ മതി, പ്ലസ് വാട്ടർ ബാക്കി അങ്ങോട്ട് എഴുതുക. പിന്നെ അതിൻ്റെ K കണ്ടുപിടിക്കുക. എന്നിട്ട് അടിയിലുള്ള വാട്ടറിനെടുത്ത് ഇപ്പുറം ഗുണിച്ചു കഴിഞ്ഞാൽ KA ആയി. അത് ബേസ് ആണെങ്കിൽ ഇപ്പുറത്ത് ഗുണിച്ചു കഴിഞ്ഞാൽ അത് KB ആയി. KA-യും KB-യും തമ്മിൽ ഗുണിച്ചാൽ KW ആയി. ഇത്രയേ ഉള്ളൂ അവിടെ. ഓക്കെ, അതൊന്ന് പെട്ടെന്ന് വായിച്ചു നോക്കുക. റെഡി? കോമൺ അയോൺ ഇഫക്റ്റ്. എന്താണ് കോമൺ അയോൺ ഇഫക്റ്റ്? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് എ വീക്ക് ഇലക്ട്രോലൈറ്റ് ക്യാൻ ബി സപ്രസ്ഡ് ബൈ ദി അഡീഷൻ ഓഫ് എ കോമൺ അയോൺ. ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ഇങ്ങനെ ഡിസോസിയേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരിക്കും. ഡിസോസിയേറ്റ് ചെയ്തിട്ട് കുറേ പ്രൊഡക്റ്റ് ഉണ്ടാവും. അപ്പോൾ പ്രൊഡക്റ്റിൽ ഓൾറെഡി ഉണ്ടാവുന്ന സാധനം തന്നെ നമ്മൾ വീണ്ടും അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും കഷ്ടപ്പെട്ട് ഡിസോസിയേറ്റ് ചെയ്യുമോ? ഇല്ല, ഡിസോസിയേറ്റ് ചെയ്യില്ല. അപ്പോൾ അതിൻ്റെ ഡിസോസിയേഷൻ അവിടെ നിൽക്കും. അത് തന്നെയാണ് കോമൺ അയോൺ ഇഫക്റ്റ്. നമ്മൾ പ്രൊഡക്റ്റ് സൈഡിൽ ഉണ്ടാകുന്ന ഒരു സാധനത്തിന് എക്സ്ട്രാ നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കഷ്ടപ്പെട്ട് ഒരാൾ ഡിസോസിയേറ്റ് ചെയ്യാൻ നിൽക്കുമോ? ഇല്ലല്ലോ. മാർക്ക് വെറുതെ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കുമോ? ഇല്ലല്ലോ എന്ന് പറയുന്ന പോലെ തന്നെ. അപ്പോൾ ഒരു കോമൺ ആയിട്ടുള്ള ഒരു അയോൺ വരികയാണ്. പ്രൊഡക്റ്റ് സൈഡിനകത്തുള്ള കോമൺ ആയ ഒരു സാധനം നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിന് ഡിസോസിയേഷൻ സപ്രസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ AC ഇങ്ങനെ വിഘടിച്ചുകൊണ്ടേയിരിക്കുകയാണ് A+ഉം C ആയിട്ട്. അപ്പോൾ അവിടെ A+ഉം C- അവിടെ ഉണ്ട്. നിങ്ങൾ A+ ഉള്ള ഒരു വേറൊരു സാധനം ആഡ് ചെയ്യാണ്. അപ്പോൾ AB എന്ന് പറയുന്ന സാധനത്തേക്ക് ആഡ് ചെയ്തിരിക്കും. അപ്പോൾ ആ AB എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? A+നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ AC ഡീകമ്പോസ് ചെയ്യോ? ഇല്ല. അപ്പോൾ ACയുടെ ഡീകമ്പോഷൻ അവിടെ സപ്രസ് ചെയ്യും. അപ്പോൾ AC A+ഉം C- ആയി മാറുന്നു. അതിനകത്ത് A+ തന്നെ കോമൺ ആയിട്ടുള്ള ഒരു AB അതിനകത്തേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ A+ ലഭ്യമാകും. അപ്പോൾ ACയുടെ ഡീകമ്പോഷൻ സ്റ്റോപ്പ് ആവും. ദാറ്റ് ഫിനോമിന ഈസ് കോൾഡ് കോമൺ അയോൺ ഇഫക്റ്റ്. ഓക്കെ, അപ്പോൾ അസറ്റിക് ആസിഡ് എന്ന് പറയുന്ന സാധനം CH3CO- H+ ഉണ്ടാകും, വിഘടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്തേക്ക് HCl ആഡ് ചെയ്തു. അപ്പോൾ H+ ഒരു പ്രൊഡക്റ്റ് ഉണ്ടായ സാധനമാണ്. HCl-നകത്ത് H+ ഉണ്ട്. ഓൾറെഡി HCl-നകത്ത് H+ സ്ട്രോങ് ആയ സാധനം ആയതുകൊണ്ട് കൂടുതൽ H+ ഉണ്ടാകുമ്പോൾ കഷ്ടപ്പെട്ടിട്ട് വീക്കായ അസറ്റിക് ആസിഡ് വിഘടിക്കും? ഇല്ല. ദാറ്റ് ഈസ് കോൾഡ് കോമൺ അയോൺ ഇഫക്റ്റ്.
സപ്രഷൻ എന്ന് ഓർക്കുക. സപ്രസ് ചെയ്യും, വിഘടനം സപ്രസ് ചെയ്യുന്നതാണ് കോമൺ അയോൺ ഇഫക്റ്റ്. ഓക്കെ, അടുത്ത വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പാർട്ടാണ് ഹൈഡ്രോളിസിസ് ഓഫ് സാൾട്ട് ആൻഡ് ഇറ്റ്സ് pH. വളരെ രസകരമായ സാധനമാണിത്. ഒരു സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസിന്റെ ഒരു സാൾട്ടാണ് NaCl. ആ NaCl ഹൈഡ്രോളിസ് ചെയ്ത് കഴിഞ്ഞാൽ NaCl പ്ലസ് H2O നമുക്ക് കിട്ടുക NaOH പ്ലസ് HCl ആണ്. NaOH സ്ട്രോങ് ബേസ് ആണ്, HCl സ്ട്രോങ് ആസിഡ് ആണ്. രണ്ട് സ്ട്രോങ് ആയതുകൊണ്ട് റിസൾട്ടന്റ് സൊല്യൂഷന്റെ pH 7 ആയിരിക്കും, ന്യൂട്രൽ ആയിരിക്കും. കാരണം രണ്ട് സ്ട്രോങ് ആണ്, അതുകൊണ്ട് pH വാല്യൂ 7 ആയിട്ട് നിൽക്കും. H3O പ്ലസിന്റെ കോൺസെൻട്രേഷൻ 10⁻⁻7 ആയിരിക്കും, OH മൈനസിന്റെ കോൺസെൻട്രേഷൻ അത് തന്നെയായിരിക്കും. അപ്പോൾ അതിൽ റിസൾട്ടന്റ് സൊല്യൂഷന്റെ pH വാല്യൂ എന്തായിരിക്കും? 7 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്കൊരു വീക്ക് ആസിഡിന്റെയും സ്ട്രോങ് ബേസിന്റെയും ഒരു സാൾട്ട് എടുക്കാം. അതാണ് CH3COO Na. അത് വെള്ളത്തിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാലോ CH3CONA പ്ലസ് H2 എന്താ കിട്ടുക? CH3COOH ഉം NaOH ഉം കിട്ടും. അപ്പൊ CH3COOH എന്താണ്? വീക്ക് ആസിഡ് ആണ്. NaOH ആണ് അവിടെ സ്ട്രോങ് ബേസ്. അപ്പൊ സ്ട്രോങ് ബേസ് ബേസിക് ക്യാരക്ടർ അവിടെ കാണിക്കും. അപ്പൊ pH എന്തായിരിക്കും? 7നേക്കാൾ കൂടുതലായിരിക്കും. കാരണം pH 7നേക്കാൾ കൂടുതലാണല്ലോ ബേസ്. അപ്പൊ റിസൾട്ടന്റ് സൊല്യൂഷൻ ബേസിക് ആയിരിക്കും. ഇനി നമുക്ക് ഒരു സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ് എടുക്കാം. സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ് ആണ് അമോണിയം ക്ലോറൈഡ്. അമോണിയം ക്ലോറൈഡ് എടുക്കുമ്പോൾ അവിടെ ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അമോണിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രോക്ലോറിക് ആസിഡാണ് ഉണ്ടാവുക. അവിടെ അമോണിയം ഹൈഡ്രോക്സൈഡ് വീക്ക് ആയിട്ടുള്ള ബേസ് ആണ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് സ്ട്രോങ് ആയ ആസിഡാണ്. അപ്പോൾ റിസൾട്ടന്റ് സൊല്യൂഷൻ അസിഡിക് ആയിരിക്കും, സ്ട്രോങ് ആയ ആസിഡ് ഉണ്ടാവുന്നതുകൊണ്ട്. ഇനി നമുക്ക് ഒരു വീക്ക് ആസിഡ് വീക്ക് ബേസിന്റെ കോമ്പിനേഷൻ എടുക്കാം, അമോണിയം അസിറ്റേറ്റ്. അത് വെള്ളത്തിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അസറ്റിക് ആസിഡ് CH3COOH ഉം അമോണിയം ഹൈഡ്രോക്സൈഡ് രണ്ടും വീക്കാണ്. അപ്പോൾ റിസൾട്ടന്റ് സൊല്യൂഷൻ അസിഡിക് ആണോ ബേസിക് ആണോ നമുക്ക് പറയാൻ പറ്റൂല. ആരാണോ അവിടെ കൂടുതൽ ഡിസോസിയേറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് അത് അസിഡിക് ആണോ ബേസിക് ആണോ എന്ന് പറയാൻ പറ്റും. ഓക്കെ, നമ്മൾ ക്വിക്കായിട്ട് പറഞ്ഞാണ്. അപ്പോൾ NaCl എന്ന് പറയുന്നത് അതുപോലെ CH3COO Na NH4Cl CH3COO NH3. ഈ പറയുന്ന 4 സാധനമാണ് salts of strong acid strong base, salts of weak acid strong base, salts of strong acid weak base, salts of weak acid weak base. അതിന് ഹൈഡ്രോളിസ് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റിൽ സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് വീക്ക് ആസിഡ് വീക്ക് ബേസിൽ നിന്ന് കമ്പയർ ചെയ്തിട്ട് അത് വെച്ചിട്ട് നമുക്ക് അതിന്റെ pH പറയാൻ പറ്റും. ഇതാണ് ഹൈഡ്രോളിസിസ് ഓഫ് pH. ഇനി അവസാനം പറഞ്ഞ കേസിൽ അമോണിയം അസിറ്റേറ്റിന്റെ കേസിൽ ആരാണോ കൂടുതൽ ഡിസോസിയേറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് മാത്രമേ പറയാൻ പറ്റൂ എന്ന് പറഞ്ഞു. അവിടെ ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ വിളിക്കുന്ന പേരാണ് ഹെൻഡേഴ്സൺ ഇക്വേഷൻ. അവിടെ pH = 7 + pKa - pKb എന്ന് പറയുന്ന ഒരു ഫോർമുലയുണ്ട്. 7 + pKa - pKb. pKb വാല്യൂ കുറച്ചിട്ട് അത് 7 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്താണെന്ന് നോക്കിയിട്ടാണ് റിസൾട്ടന്റ് സൊല്യൂഷൻ അസിഡിക് ആണോ ബേസിക് ആണോ എന്ന് പറയുക. ഹെൻഡേഴ്സൺ ഇക്വേഷൻ എന്നാണ് അതിനെ പറയുക. ഇത്രയാണ് ഹൈഡ്രോളിസിസ് ഓഫ് സാൾട്ട്സ് ഓഫ് വീക്ക് ആസിഡ് ആൻഡ് വീക്ക് ബേസ്. ഇത്രയാണ് ഹൈഡ്രോളിസിസ് ഓഫ് സാൾട്ടിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അടുത്ത പാർട്ടാണ് ബഫർ സൊല്യൂഷൻ. എന്താണ് ബഫർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ? ബഫർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ദീസ് ആർ സൊല്യൂഷൻ വിച്ച് റെസിസ്റ്റ് pH ബൈ ദി അഡീഷൻ ഓഫ് ആസിഡ് ഓർ ബേസ് ഇൻ ടു ഇൻറ്റ്. അത്തരം സൊല്യൂഷനകത്തേക്ക് ആസിഡോ ബേസോ ആഡ് ചെയ്താൽ ആഡ് ചെയ്യുന്ന മുഖേന അതിൻ്റെ pH വാല്യൂ കൂടുകയോ കുറയുകയോ ഒന്നും ചെയ്യില്ല. അത്തരം സൊല്യൂഷനെയാണ് റെസിസ്റ്റ് ചെയ്യുന്ന അത്തരം സൊല്യൂഷനെയാണ് എന്ന് വിളിക്കുക ബഫർ സൊല്യൂഷൻ എന്ന് വിളിക്കുക. pHന്റെ ആൾട്രേഷൻ സമ്മതിക്കില്ല. അതിനകത്ത് ആസിഡോ ബേസോ ആഡ് ചെയ്താൽ ആ ചേഞ്ച് അതിനില്ലായ്മ ചെയ്യാൻ വേണ്ടി ആ സൊല്യൂഷന് കഴിവുണ്ടാവും. അത്തരം സൊല്യൂഷനെയാണ് ബഫർ സൊല്യൂഷൻ എന്ന് വിളിക്കുക. അത് അസിഡിക് ബഫർ ഉണ്ട്, ബേസിക് ബഫർ ഉണ്ട്. അസിഡിക് ബഫർ എന്ന് പറഞ്ഞാൽ വീക്ക് ആസിഡും സാൾട്സ് ഓഫ് സ്ട്രോങ് ബേസും തമ്മിൽ മിക്സ് ചെയ്താൽ മതി. ബേസിക് ബഫർ എന്ന് പറയുമ്പോൾ വീക്ക് ബേസും സാൾട്സ് ഓഫ് സ്ട്രോങ് ആസിഡും തമ്മിൽ മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഉദാഹരണത്തിന് അസറ്റിക് ആസിഡും സോഡിയം അസിറ്റേറ്റും ആഡ് ചെയ്താൽ അത് സാൾട്സ് ഓഫ് വീക്ക് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ് ആണ്. അത് അസിഡിക് ബഫറാണ്. ഇനി അമോണിയം ഹൈഡ്രോക്സൈഡും അമോണിയം ക്ലോറൈഡും ആഡ് ചെയ്താൽ അത് സാൾട്സ് ഓഫ് വീക്ക് ബേസ് ആൻഡ് സാൾട്ട് വിത്ത് സ്ട്രോങ് ആസിഡ് ആണ്. അതിനെന്ത് വിളിക്കും? ബേസിക് ബഫർ എന്ന് വിളിക്കും. അപ്പം അസിഡിക് ബഫറിനും ബേസിക് ബഫറിനും ഓരോ എക്സാമ്പിളും കൂടി പഠിച്ചു വെക്കുക. ബഫർ സൊല്യൂഷൻ എന്നാൽ എന്ത്, ഡെഫിനിഷൻ, 2 തരത്തിലുള്ളത് ഏവ, 3 അതിനെ അസിഡിക് ബഫർ ചെയ്ത് ബേസിക് ബഫർ ചെയ്ത് എക്സാമ്പിൾ ചെയ്ത് ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പറയേണ്ടത്. ഓക്കെ, ലാസ്റ്റ് വരുന്നതാണ് സോളിബിലിറ്റി പ്രൊഡക്റ്റ്. സോളിബിലിറ്റി പ്രൊഡക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ സാധനമാണ്. നമ്മുടെ സ്പാരിംഗ്ലി സോളിബിൾ സാൾട്ടിനെ വിഘടിപ്പിച്ച് കഴിഞ്ഞാൽ ആ സൊല്യൂഷനകത്തുണ്ടാകുന്ന അയോണുകളുടെ കോൺസെൻട്രേഷനെ ഗുണിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന സാധനമാണ് സോളിബിലിറ്റി പ്രൊഡക്റ്റ്. ഫോർ എക്സാമ്പിൾ നമ്മൾ AgCl ഒരു സ്പാരിങ്ങിലായിട്ട് ഡിസോൾവ് ആകുന്ന സാധനമാണെന്ന് വിചാരിക്കുക. അപ്പോൾ AgCl ഡിസോസിയേറ്റ് ചെയ്തിട്ട് Ag + Cl- ഉണ്ടാവും. അപ്പോൾ അത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് Ag+ ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് Cl- ഡിവൈഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് AgCl, അൺഡിസോസിയേറ്റ് ആയ AgCl. ഈ അൺഡിസോസിയേറ്റ് ആയ AgCl താഴെ കിടക്കുന്നുണ്ടല്ലോ, അതെടുത്തിട്ട് K കൊണ്ട് ഗുണിക്കുക. K ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് AgCl ഈക്വൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് Ag+ ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ Cl- എന്ന് വരും. അതായത് ഡിനോമിനേറ്റർ ഭാഗം എടുത്ത് ഇപ്പുറത്ത് ഗുണിച്ചു. ആ ഗുണിച്ച് കിട്ടുന്ന ആ സാധനത്തിന് ടോട്ടൽ വിളിക്കുന്ന പേരാണ് എന്ത്? KSP. അപ്പോൾ സോളിബിലിറ്റി പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിനകത്ത് ഡിസോസിയേറ്റ് ചെയ്യാതെ കിടക്കുന്ന ആ സാൾട്ടും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K നമ്മൾ ഗുണിച്ചാൽ കിട്ടുന്ന സാധനമാണ് സോളിബിലിറ്റി പ്രൊഡക്റ്റ്. അപ്പോൾ പ്രൊഡക്റ്റ് സൈഡിൽ അതിൻ്റെ അയോൺസ് നമുക്ക് ലഭ്യമാകും.
ആ അയോൺസിൻ്റെ സോളുബിലിറ്റി എസ് ആണെങ്കിൽ ഇവിടെ എന്താണ് സോളുബിലിറ്റി? എസ് ഇൻറ്റു എസ്, എസ് സ്ക്വയർ. അപ്പോൾ AgCl ഡിസോസിയേഷനിൽ KsP എന്ന് പറഞ്ഞാൽ എസ് സ്ക്വയർ ആണ്. അപ്പോൾ KsP കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യത്തിനകത്തുള്ള സോളുബിലിറ്റി തമ്മിൽ ഗുണിച്ചാൽ മതി. സോളുബിലിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? സോളുബിലിറ്റി ഈക്വൽ ടു റൂട്ട് KsP എന്ന രീതിയിൽ തിരിച്ച് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ചോദിക്കാം. മറ്റൊരു എക്സാമ്പിൾ കൂടി പറയാം. MgCl ഇതുപോലെ തന്നെയാണ്. മറ്റൊരു എക്സാമ്പിൾ നമുക്ക് MgCl2 എങ്ങനെയാണ്? അതിനെ ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് K വാല്യൂ കിട്ടുന്നത് എങ്ങനെയാണ്? മൊളാർ കോൺസെൻട്രേഷൻ Mg2+, മൊളാർ കോൺസെൻട്രേഷൻ Mg2+ ഇൻറ്റു മൊളാർ കോൺസെൻട്രേഷൻ Cl മൈനസ് ഓൾ സ്ക്വയർ എന്ന് വരുന്നുണ്ട്. ഇനി Mg2+ൻ്റെയും എന്താണ് സോളുബിലിറ്റി എസ് ആണ്. 2Cl മൈനസിൻ്റെ സോളുബിലിറ്റി 2s ആണ്. അപ്പോൾ അതിൻ്റെ KsP വാല്യൂ എഴുതുമ്പോൾ മൊളാർ കോൺസെൻട്രേഷൻ Mg2+ ഇൻറ്റു മൊളാർ കോൺസെൻട്രേഷൻ ഓഫ് Cl മൈനസ് ഓൾ സ്ക്വയർ എഴുതുമ്പോൾ താഴെ Mg2+ൻ്റെ താഴെ അതിൻ്റെ സോളുബിലിറ്റി എസ് എന്ന് എഴുതണം. Cl മൈനസിൻ്റെ താഴെ 2Cl മൈനസിൻ്റെ സോളുബിലിറ്റി ആയി 2s എന്ന് എഴുതണം. ഓൾ സ്ക്വയറും കൊടുക്കണം. അപ്പോൾ S ഇൻറ്റു 2s ഓൾ സ്ക്വയർ. അപ്പോൾ S ഇൻറ്റു 4s സ്ക്വയർ, 4s ക്യൂബ് എന്ന് കിട്ടും. അപ്പോൾ KsP ഈക്വൽ ടു 4s ക്യൂബ് ആയിരിക്കും MgCl2ൻ്റെ കേസിൽ. അതുപോലെ AlCl3 കാൽഷ്യം ഫോസ്ഫേറ്റ് എന്ന് പറയുമ്പോൾ Ca3PO4 ട്വൈസ് അല്ലേ? 3Ca+ഉം 2PO4 3- ഉണ്ടാവും. അപ്പോൾ അവിടെ 3sഉം 2sഉം ഉണ്ടാവും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ കൊടുക്കുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പറയുന്ന കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തുള്ളത്. വളരെ ക്വിക്കായിട്ടുള്ള റിവിഷനാണിത്. നിങ്ങൾക്ക് ഏകദേശം ഒന്ന് ഓടിച്ചു പോകാൻ നമ്മളെ സഹായിക്കുമെന്ന് കരുതുന്നു. ഓക്കെ, ബൈ ബൈ. അപ്പോൾ പ്രിയപ്പെട്ട കുട്ടികളെ, കെമിക്കൽ ഇക്വിലിബ്രിയം ഒന്ന് ഫാസ്റ്റായിട്ട് ഓടിച്ചു പോയതാണ്. ഞാൻ സ്പീഡിൽ പറയുമ്പോൾ സ്ലിപ്പ് ഓഫ് ടങ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നിരുന്നാൽ പോലും വളരെ ചുരുക്കിയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഓടിച്ച് നോക്കുക, ഒന്ന് നോക്കുക, കേൾക്കുക. കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ വരികയാണെങ്കിൽ നിങ്ങളുടെ നോട്ട്ബുക്ക്, ടെക്സ്റ്റ് ബുക്കൊക്കെ തുറന്ന് ഒന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ക്ലാസ് ഗുണപ്രദമായി എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.